എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാം. സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയുക. അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്നില്ല. നിങ്ങൾ താഴെ ടൈപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പുസ്തകത്തിലോ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അത് വളരെ സത്യസന്ധമായിരിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിന്നായിരിക്കണം ഉത്തരം. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം ശരിയായി നടക്കുന്നു എന്ന് തോന്നുന്ന സമയത്തും അകത്ത് ഒരു ചെറിയ അസ്വസ്ഥത, ടെൻഷൻ, കോപം, ഭയം അല്ലെങ്കിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? യെസ് ഓർ നോ പറട്ടെ. യെസ് ഓർ നോ. ഇല്ലെങ്കില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. പറട്ടെ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നല്ല ആളാണ്, എനിക്ക് നല്ല കുടുംബം വേണം, നല്ല ആരോഗ്യവും സമാധാനവും വേണം, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആകുന്നു? എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നല്ല ആളാണ്, അത് നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം, നല്ല കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ആരോഗ്യ സമാധാനമൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പല സമയത്തും വല്ലാത്ത പൊട്ടിത്തെറികൾ നടക്കുന്നു. എന്ന് വെച്ചാൽ, ദേഷ്യം വരണ്ടെന്ന് അറിയാം, പക്ഷെ പെട്ടെന്ന് അനാവശ്യമായ ദേഷ്യം, കരയരുത് എന്നൊക്കെ വിചാരിച്ച് പിടിച്ചു നിൽക്കും, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. മറ്റാൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്വയമായിട്ടും ആ ഒരു വല്ലാത്തൊരു വേദന അനുഭവിക്കുന്നു. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഈ ഇമോഷണൽ ബാലൻസിങ് എന്ന്, അല്ലെങ്കിൽ ഇമോഷണൽ മാസ്റ്ററിങ് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഉണ്ട് എന്ന് പറയുന്നവർ സത്യമാണ്, അത് പ്രപഞ്ച സത്യമാണ്, ഉണ്ട്. പക്ഷേ ഇമോഷൻ ഇല്ലാതിരിക്കലല്ല വിജയം, ഇമോഷനെ മനസ്സിലാക്കുക എന്നതാണ് വിജയം. അതിനുള്ള പരിപാടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അല്ലേ? ആദ്യം നോ എന്ന് പറഞ്ഞവരോട് പറയണു, ഇല്ല, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, കുറച്ചു കാലം മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം. കഥയല്ല, ഒരു ജീവിതം പറയാം. എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്നു. ആള് വളരെ സക്സസ്ഫുൾ ആയ ഒരാളായിരുന്നു. നല്ല ബിസിനസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല നല്ല ഫാമിലിയാണ്, നല്ല സോഷ്യൽ റെസ്പെക്റ്റ് ഒക്കെയുള്ള ഒരു മനുഷ്യൻ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നോട്. ഞങ്ങളെ പേര് വിളിച്ചാൽ സംസാരിക്കാം, സാറേ ഒന്നുമല്ല, ദിനേശ്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് എല്ലാവരും കരുതുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഇല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ അപ്സെറ്റ് ആകുന്നു. ചിലപ്പോൾ വേണ്ടാത്തടത്തൊക്കെ കയറി ഞാൻ റിയാക്ട് ചെയ്യുന്നു. പിന്നെ അതോർത്ത് ഞാൻ കുറ്റബോധത്തിൽ നിൽക്കുന്നു. എന്തിനാണ് ഞാൻ അവിടെ പെരുമാറിയെന്നു, എന്തിനാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പോയെന്നു എനിക്ക് യാതൊരു പിടിയില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. മനസ്സൊരു വിസ്മയത്തിൽ ഇതുപോലത്തെ ഒരു കഥാപാത്രം ഉണ്ടല്ലേ, ബിജു. എന്താണ് ചെയ്യുന്നതെന്ന് ബിജുവിന് വലിയ പിടിയില്ല. പക്ഷെ ഈ വ്യക്തിക്ക് പണം ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല, പണത്തിന്റെ ഒരു വിഷയമേ അയാൾക്ക് ഒരിക്കലും വരില്ല. എല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആണ്. അതുകൊണ്ട് പണത്തിനൊന്നും ഒരു വിഷയമില്ല. അല്ലാതെ എന്തെങ്കിലും കഴിവില്ലായ്മയോ ഫാമിലിയുടെ വിഷയങ്ങളോ മക്കളുടെ വിഷയങ്ങളോ ഭാര്യയുടെ വിഷയമോ കുടുംബക്കാരുടെ വിഷയമോ ഇതൊന്നും അദ്ദേഹത്തിനില്ല. ഒന്നുമില്ലാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യകത ഇല്ലാത്ത ഒരാളാണ്. നല്ലൊരു മനുഷ്യൻ. അപ്പോൾ എവിടെയാണ് ഈ വിഷയം, പറഞ്ഞ വിഷയത്തിന് പ്രധാന കാര്യം കിടക്കുന്നത്? ഇവിടെയാണ് ഇമോഷണൽ ഇംബാലൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ പലരും പണം, സമ്പത്ത് ബിൽഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സ്പിരിച്വാലിറ്റി പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ ഹാപ്പിനെസ്, ജോയ്, ഇതെല്ലാം നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, നേടുന്നുണ്ട്. പക്ഷെ ഇവയെല്ലാം ബാലൻസ് ചെയ്യുന്നത്
മറ്റൊരു പവറിലൂടെയാണ്. ഈ പവറാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത്. ഒരു പരീക്ഷയിൽ ജയിക്കാൻ നമുക്ക് ഐക്യു മതി, കുറച്ച് നല്ല ബുദ്ധി ഉണ്ടായാൽ മതി. പക്ഷേ ആ പരീക്ഷയിൽ തോറ്റുപോയാൽ എങ്ങനെ പ്രതികരിക്കണം ആ സിറ്റുവേഷനെ എന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരു കോഷ്യൻ്റാണ്. അതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കിയാലും ടെൻഷൻ ഉണ്ടാവും. ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവില്ല. ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ ഹെൽത്ത് എത്ര നന്നായിട്ടും മൈൻഡ് എപ്പോഴും ടയർഡായിരിക്കും. ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ ആത്മീയത പോലും മെക്കാനിക്കൽ പ്രാക്ടീസ് പോലെ മാറും. അപ്പം അതുകൊണ്ട് ഇമോഷണൽ മാസ്റ്ററി എന്നത് അത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്നാണ് പറയാം. നോക്കൂ, ഞാനൊരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. എന്താണ് ഇമോഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു എനിമിയാണോ ഇമോഷൻസ്, അതോ മനസ്സ് നൽകുന്നൊരു സിഗ്നൽ ആണോ എന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ നമ്മെ ഡീപ്ലി ഹേർട്ട് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ചിലപ്പോൾ ഒരാൾ പറഞ്ഞൊരു വാക്കാകാം, ഒരാൾ നോക്കിയ നോട്ടമാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് റിജക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കാലതാമസമാവാം. എന്തുകൊണ്ട് ഇത് ഇത്ര പവർ എടുക്കുന്നു? എന്തുകൊണ്ട് നമുക്കത് ഇത്രയും സംഭവിക്കുന്നു? റിയാക്ഷനും റെസ്പോൺസും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ഇമോഷൻ മാസ്റ്റർ അറിയണം. എന്തുകൊണ്ട് ചില സമയത്ത് നമ്മൾ ചിലത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ റിഗറ്റ്സ് ആവുന്നു? നമ്മൾ ആ റിയാക്ഷനും റെസ്പോൺസും എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഇമോഷണൽ ട്രിഗർ എങ്ങനെ നമ്മുടെ സമ്പത്തിനെയും ആരോഗ്യത്തെയും റിലേഷൻഷിപ്പിനെയും ബന്ധങ്ങളെയും ആത്മീയതയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലേ? നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഇമോഷണൽ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നിമിഷത്തിൽ പോകുന്ന കാണാം. എല്ലാം പോകുന്നതാണ്. എത്ര നല്ല ബന്ധങ്ങളായാലും എല്ലാം പോകുന്നു. ഇമോഷണൽ ബ്ലാസ്റ്റ് ഓഫ് ആയി കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യം പനി പിടിക്കുകയോ ജലദോഷം പിടിക്കുകയോ. ഞാനൊക്കെ 5 ഇമോഷണൽ വല്ലാണ്ട് ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസങ്ങളൊക്കെ ഗുളിക കഴിച്ച് നിൽക്കേണ്ടി വന്നിട്ട്, എന്തിനാ വേറെന്തെങ്കിലും അസുഖം വന്നിട്ട്, ജലദോഷം പനി അങ്ങനെ പലതും വന്നിട്ട്. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി നിങ്ങൾ സ്വായത്തമാക്കുക തന്നെ വേണം. അപ്പോൾ ഒരു കാര്യം, ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. ഇമോഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ഭയം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. ദുഃഖമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അസൂയ പോലും ഒരു മോശമല്ല. ഇതെല്ലാം മനസ്സ് നൽകുന്ന ഒരു സിഗ്നലാണ്. അതായത് ഇമോഷൻസ് എല്ലാം ഒരു മെസ്സേജാണ്. എങ്ങനെ? നമ്മുടെ ബോഡിയിൽ ഒരു വേദന വരുമ്പോൾ എന്താ സംഭവിക്കുക? ബോഡി പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ശ്രദ്ധ വേണമെന്നാണ് ആ വേദനയുടെ അർത്ഥം. അതുപോലെയാണ് മനസ്സിൽ ഇമോഷൻ വരുമ്പോൾ മൈൻഡ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ എന്നാണ്. കോപം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു എനിക്ക് കോപം വന്നു. എന്തുകൊണ്ട് കോപം വന്നു എന്നതാണ് യഥാർത്ഥ വിഷയം. അതാണ് അടിയിൽ കിടക്കുന്ന ആ ഹേർട്ട്. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയം വരുന്നു. എന്തിന് ഭയം വരുന്നു? എവിടെയോ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയം വരുന്നത്. അപ്പോൾ ഭയത്തിനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ആ എന്താ പറയുക, ഇൻസെക്യൂരിറ്റി അനുഭവത്തെയാണ് നമുക്ക് മാറ്റേണ്ടത്. അസൂയ വന്നു. അസൂയയല്ല മാറ്റേണ്ടത്. ഇപ്പൊ ജേണി ടു ഹാപ്പിനെസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അസൂയയെ മാറ്റാൻ വരുന്നില്ല നമുക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അസൂയക്ക് കാരണം എന്താണ്? അത് കമ്പാരിസൺ എന്ത് വെച്ചിട്ടാണ്? അയ്യോ അവള് കണ്ടോ ഇത് മേടിച്ചു എന്ന് പറയുന്ന അസൂയ, എനിക്കതില്ല എന്നുള്ളൊരു ബോധമാണ് അതിനെ അസൂയ കാരണമാക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ദുഃഖം വരുന്നു. എന്താണ് ദുഃഖത്തിന് കാരണം? അതൃപ്തി. അതൃപ്തി എന്തിൽ നിന്ന് വരുന്നു? എന്തോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അത് കിട്ടാതെ പോകുന്നു. അതാണ് അതൃപ്തിയാണ് ദുഃഖത്തിന് കാരണം. അതൃപ്തിയാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത്, മനസ്സൊരു വിസ്മയത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഞാൻ ആരാണെന്നുള്ള ഭാഗത്ത് വളരെ കൃത്യമായത് പറയുന്നുണ്ട്. എക്സ്പെക്ടേഷൻ നമുക്ക് പോകുന്നുണ്ട് ദുഃഖം വരുന്നത്. ആങ്സൈറ്റി വരുന്നു. എന്താണ് ആങ്സൈറ്റിയുടെ കാരണം? അകത്ത് കിടക്കുന്ന നാളത്തെ പറ്റിയിട്ടുള്ള ഭയമാണ് ഇന്നത്തെ ആങ്സൈറ്റിക്ക് കാരണം.
നാളെ എന്ത് സംഭവിക്കുമെന്നോ, മറ്റൊന്ന് എന്ത് സംഭവിക്കുമെന്നോ, എൻ്റെ കുട്ടി എന്താവുമോ, എൻ്റെ ജോലി എന്താവുമോ, ഇതാണ് ആങ്സൈറ്റിയുടെ പ്രധാനം. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഭയമാണ് ആങ്സൈറ്റിക്ക് കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് വ്രണത്തെയാണ്, വ്രണം ഉണ്ടാവാനുള്ള കാരണത്തെ അല്ല. ഇതാണ് ഇമോഷണൽ മാസ്റ്ററി ഇത്രയും ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? എവരിബഡി ഗോട്ട് എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആവുന്നുണ്ടോ? എസ് എന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. പൊട്ടെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും പിടികിട്ടുന്ന സാറേ, ഒന്നുമേ പുരിയാതെ എന്ന് പറഞ്ഞു. യെസ് 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 ഉണ്ട്. അപ്പോൾ മനസ്സിലാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും സമയം എടുത്ത് ക്ലാസ് എടുക്കാൻ കാരണം നിങ്ങളൊരു സെർട്ടൻ ലെവലിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അത് സക്സസ് ആയി. രാജേഷ് സാറേ വല്ലതും പുരിഞ്ചതാ? ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇമോഷണലൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കിയല്ലേ? ഓക്കെ, യെസ്, ആ ശരി, ഇപ്പൊ പുരിയുന്നല്ലേ? ഓക്കെ. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷനെ സപ്രസ് ചെയ്യാൻ പറയുന്ന പരിപാടിയല്ല. അങ്ങനെ ഒരു പരിപാടിയെ നമുക്കില്ല. നമ്മൾ ഒന്നിനെയും സപ്രസ് ചെയ്യാൻ പറയുന്നത്. കോപമുണ്ടോ വന്നോളൂ, തെറിച്ചോളൂ. ഭയമുണ്ടോ പറഞ്ഞോളൂ, ആയിക്കോട്ടെ. പക്ഷേ ഭയത്തിൻ്റെ കാരണത്തെ കണ്ടെത്തുക. ഇമോഷൻ എന്ന് പറയുന്നതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ഇമോഷണൽ മാസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കോപം വന്നാൽ അടക്കി വെക്കുന്നു, ഭയം വന്നാൽ ഇഗ്നോർ ചെയ്യുന്നു, സങ്കടം വന്നാൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നു, മനസ്സിൽ വേദന വന്നാൽ ബിസിയായി നടിക്കുന്നു. അല്ലേ? ശരിയല്ലേ? കോപം വന്നാൽ എന്ത് ചെയ്യുന്നു? നിങ്ങളൊക്കെ പറഞ്ഞോ കോപം വന്നാൽ എന്ത് ചെയ്യുന്നു? അടക്കി വെക്കുന്നോ അല്ല പൊട്ടിത്തെറിക്കുന്നോ? പറഞ്ഞേ നോക്കട്ടെ, എത്ര പേര് പറയും കോപം വന്നാൽ എന്ത് ചെയ്യുന്നു? അടക്കി വെക്കുന്നവർ പറഞ്ഞേ. കോപം വയ്ക്കാൻ പാടില്ല, കോപം പുറത്ത് കാണിക്കാൻ പാടില്ല. കരയും. അപ്പൊ എന്താണ്? സങ്കടം. കോപം സങ്കടത്തിലേക്ക് മാറും, അല്ലേ? പിന്നെന്താ? സങ്കടം വന്നാൽ എന്ത് ചെയ്യും? എന്നാ പിന്നെ കുറച്ച് റീൽസ് കണ്ട് കളയാന്ന് പറയും, അല്ലേ? റീൽസ് കാണും. മനസ്സിൽ വേദന വന്നാലോ ഫുള്ള് ബിസിയാണ്. പിന്നെ കിച്ചണിലെ പണിയായി 5 പ്രാവശ്യം വേണം ചോറ് വെക്കും, ചോറും കറി വെക്കും. തിരക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഈ വേദന നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും, അല്ലേ? പക്ഷേ ഇതെല്ലാം സപ്രസ് ചെയ്ത് ഇമോഷനെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതകത്ത് സ്റ്റോർ ആവുന്നു. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ദിവസം അതങ്ങ് പൊട്ടിത്തെറിക്കും. ഇത് അകത്ത് നിറച്ച് വെച്ച് ഈ മന്ത്രം ചൊല്ലലൊക്കെ ഇതിൽ പെട്ടതാ. വേണ്ട താഴോട്ടിറങ്ങൂ സപ്രസ് ചെയ്ത് ഇങ്ങനെ കുപ്പിയിലിട്ട് വെക്കുകയാണ് താഴോട്ട്. ഇതിന് വരാതെ ഇങ്ങനെ താഴോട്ട് വെക്കുകയാണ്. ഇതൊന്നും പരിപാടിയല്ല. നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഗ്രാസ് റൂട്ടിനെ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സപ്രസ് ചെയ്ത ഇമോഷൻസ് ഒരിക്കലും വിട്ടുപോകുന്നില്ല, അത് അകത്ത് സ്റ്റോറാവും. പിന്നെ ഒരു ദിവസം ചെറിയൊരു കാരണം മതി അങ്ങ് പൊട്ടിത്തെറിക്കും. ഇതാണ് യഥാർത്ഥ സംഭവിക്കുന്നില്ലേ? നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ പൊട്ടിത്തെറിക്കലുണ്ടായിട്ടുണ്ടോ ബിന്ദു? ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കലുണ്ടോ ബിന്ദു? മോഹൻ ഉണ്ടല്ലോ അല്ലേ? ഇടക്കിടക്ക് ഓരോ പൊട്ടിത്തെറിക്കൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇടക്കിടക്ക് ഇരിക്കട്ടെ, ആയിക്കോട്ടെ, ശരി. അപ്പോൾ ഒരു പ്രഷർ കുക്കറിന് നിങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ ഒരു പ്രഷർ കുക്കർ ഉണ്ടല്ലോ, അല്ലേ? പ്രഷർ എന്താ ചെയ്യാൻ? വാൽവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ കുക്കറിന് ആ വാൽവ് ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു, എന്തായിരിക്കും സംഭവിക്കുക? മനുഷ്യൻ്റെ മനസ്സും അതുപോലെ തന്നെയാണ്. ഇമോഷനെ റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ഹെൽത്തി മെത്തേഡിലൂടെ അത് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുമുണ്ട്. അത് പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെ? ദേഷ്യമായിട്ട്, സ്ട്രെസ്സായിട്ട്, ഡിസീസസ് ആയിട്ട്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആയിക്കൊക്കെ പല രൂപത്തിൽ വരും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഐ ആം നോട്ട് മൈ ഇമോഷൻ, ഐ ആം ദ ഒബ്സർവ് ഓഫ് മൈ ഇമോഷൻ. ഞാൻ ഇമോഷൻ അല്ല, ഞാൻ ഇമോഷനെ കാണുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയും. എത്ര പേർക്ക് പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം ദ ഒബ്സർവ് ഓഫ് മൈ ഇമോഷൻ എന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം നോട്ട് ദി ഇമോഷൻ, ഐ ആം ദ ഒബ്സർവ് ഓഫ് മൈ ഇമോഷൻ. ഞാൻ ഇമോഷൻ അല്ല, ഞാൻ ഇമോഷനെ കാണുന്ന ഒരാൾ മാത്രമാണ് എന്ന് പറയാൻ എത്ര പേർക്കുണ്ട്?
കമോൺ. ഈ ഒരു ബോധം ആദ്യം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഇമോഷണൽ മാസ്റ്ററി തുടങ്ങാൻ പറ്റുക. നോക്കൂ, നിങ്ങൾക്ക് കോപം വരുന്നതാണ് പ്രോബ്ലം അല്ല. കോപം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രോബ്ലം. ഇമോഷൻസ് മോശമായ ഒരു കാര്യമേ അല്ല. ഇമോഷൻസ് ഒരു സിഗ്നലാണ്. ബോഡിയിൽ പെയിൻ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ, പക്ഷെ മൈൻഡിൽ ഒരു പെയിൻ വന്നാൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അവിടെയാണ് മിസ്റ്റേക്ക്. ദേഷ്യം വരുമ്പോൾ അത് പറയുന്നത് എനിക്കിവിടെ ഒരു വേദനയുണ്ട് എന്നാണ്. ഭയം വരുമ്പോൾ അത് പറയുന്നത് എനിക്കൊരു സെക്യൂരിറ്റി വേണമെന്നാണ്. ദുഃഖം വരുമ്പോൾ അത് പറയുന്നത് എൻ്റെ എക്സ്പെക്റ്റേഷൻ എവിടെയോ നടന്നില്ല എന്നുള്ളതാണ്. ആങ്സൈറ്റി വരുമ്പോൾ അത് പറയുന്നത് എൻ്റെ ഫ്യൂച്ചർ അങ്ങ് കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷനെ സപ്രസ് ചെയ്യേണ്ട കാര്യമല്ല, ഇമോഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഇമോഷൻ വന്നാൽ ഒരു ചോദ്യം സ്വയം ചോദിക്കുക: ഈ ഇമോഷൻ എന്നോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ബോധം കൊണ്ടുവരിക. ഇവിടെ ഇമോഷൻസ് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്നാൽ പിന്നെ അത് പോട്ടെ. ഇമോഷൻസ് ഇല്ലാത്തവർ പേര് എഴുതിയേ. എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നുമില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പേര് എഴുതിയേ. 1 2 3 4 പോരട്ടെ. ടീച്ചർമാർ ആരെങ്കിലും ഉണ്ടോ? പത്മിനി ടീച്ചറൊക്കെ ഇമോഷൻസ് ഇല്ലാത്തതാണോ? അല്ലല്ലോ, അല്ലേ? നാളിച്ചോ ഇല്ല, കുറേ ദിവസമായി ക്ലാസ്സിൽ നിന്നും കയറാതെ ഇമോഷൻസ് ഇല്ലാതെ ഇങ്ങനെ കറങ്ങിയടിച്ച് പുറത്തേക്ക് നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് വേണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ ബാലൻസ് ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ. ബാലൻസ് ഇമോഷണൽ ബാലൻസ് വേണം. നോക്കട്ടെ, ഇമോഷണൽ ബാലൻസ് വേണ്ടത്. നോക്കൂ, പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം, അയാൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു, പക്ഷെ അത് എനിക്ക് വളരെ വേദന ഉണ്ടാക്കി. അവൾ എനിക്ക് റിപ്ലൈ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനായി. എൻ്റെ എഫേർട്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വളരെ ഇമോഷണലി വളരെ ഡൗൺ ആണ്. ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? ഇവിടെ ചോദ്യം ഇതാണ്: ചെറിയ സംഭവമാണെങ്കിലും ഈ വലിയ ഹേർട്ട്, വലിയ വേദന എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചെറിയ സംഭവം, ഒരു റിപ്ലൈ തന്നില്ല, പക്ഷെ അത് പിടിച്ച് എത്ര ദിവസം നിൽക്കും നമ്മൾ? ഒരു ഭർത്താവ് ഒരു ചെറിയ കാര്യം പറഞ്ഞു, ഭാര്യ ഒരു ചെറിയ കാര്യം പറഞ്ഞു, പക്ഷെ അത് പിടിച്ച് എത്ര സമയം നിൽക്കും നമ്മൾ? കാരണം സംഭവം ചെറുതായിരിക്കാം, പക്ഷെ അതിൻ്റെ പിന്നിലെ ഇമോഷണൽ മെമ്മറി വലിയതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഉദാഹരണമായിട്ട് പറയാം. ഒരാൾക്ക് ചെറുപ്പം മുതൽ പലപ്പോഴും ക്രിറ്റിസൈസം കിട്ടിയിട്ടെന്ന് കരുതിക്കോ. നിനക്ക് ഒന്നും അറിയില്ല, നീ ശരിയല്ല, നീ ഫെയിലാകും എന്നൊക്കെയാണ് കേട്ട് ആ കുട്ടി വളരുന്നതെങ്കിൽ, ആ വ്യക്തി വലിയ ആളായ ശേഷം ഓഫീസിൽ ആരെങ്കിലും ചെറിയൊരു കറക്ഷൻ പറഞ്ഞാൽ പോലും അവനിൽ വലിയ റിയാക്ഷൻ ഉണ്ടാകും. അനുഭവിക്കുന്ന ഒരുപാടുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ അനുഭവങ്ങൾ കടന്നു പോകുന്നവരാണ്. കറക്ഷൻ ഇപ്പോഴത്തേതാണ്, പക്ഷെ വേദന എന്നത്തേതാ? പഴയ വേദന. ഇതാണ് ഇമോഷണൽ ട്രിഗർ എന്ന് പറയുന്ന സാധനം. ഈ ട്രിഗർ എന്നത് ഇപ്പോഴത്തെ സംഭവമല്ല, പഴയ ഇമോഷണൽ ബോണ്ടിന്റെ അതിനെയാണ് ടച്ച് ചെയ്യുന്നത്. ആ മുറിവ് അവിടെ ഉണ്ട്, അതാണ് ടച്ച് ആവുന്നത്. ഇത് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിലാണ് സംഭവിക്കുന്നത്. കോമൺ ആണ് റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് ഒരു ചെറിയ വാക്കങ്ങ് പറയും, അയാൾ വെറുതെ പറഞ്ഞിട്ട് പോകും, ഒരു ഇതും ഉണ്ടാവില്ല, പറഞ്ഞു പോയിട്ടുണ്ട്. വൈഫിന് ഇത് കേട്ടിട്ട് എൻ്റെ ദൈവം എന്ന് പറയാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞാൽ തീരില്ല അത്, അല്ലേ? ഹസ്ബൻഡ് എന്ന് പറയും, ഞാൻ ഇത്ര വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചെറിയൊരു കാര്യമല്ലേ പറഞ്ഞത്. പക്ഷെ വൈഫിനെ സംബന്ധിച്ച് അത് ചെറുതല്ല, ഉള്ളിൽ കുത്തുന്ന വലിയൊരു വാക്കായി മാറും. പഴയ റിജക്ഷൻ മെമ്മറിയാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ബിസിനസ്സിൽ ഇതുപോലെ ഉണ്ട്. കസ്റ്റമർ ഡിലേ ചെയ്യും, പൈസ തരാൻ ലേറ്റ് ആവും, ഉടനെ തന്നെ ഭയം തോന്നും, എൻ്റെ ബിസിനസ് എന്താവോ എന്തോ. പാർട്ട്ണറോട് ഒരു കാര്യം ചോദിച്ചു, റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡൗട്ട് തുടങ്ങും. സ്റ്റാഫ് മിസ്റ്റേക്ക് ചെയ്താൽ ദേഷ്യം വാങ്ങ് പൊട്ടിത്തെറിക്കും. പേയ്മെന്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇവയെല്ലാം പുറത്തുള്ള പ്രശ്നങ്ങളല്ല, അകത്തെ ഇമോഷണൽ പാറ്റേണിന്റെ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളതാണ്.
അതുകൊണ്ട് ഇമോഷണൽ മാസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം, എൻ്റെ റിയാക്ഷൻ്റെ റൂട്ട് എന്താണ്? എനിക്ക് ഇത്ര ഹേർട്ടാവാൻ കാരണം ഇപ്പോഴത്തെ സംഭവമാണോ, പഴയ എൻ്റെ ഭയമാണോ, അല്ലെങ്കിൽ എൻ്റെ പഴയ ഏതെങ്കിലും വിശ്വാസമാണോ? എവിടെയാണ് ടച്ച് ആയത്? ഇത് മനസ്സിലാക്കുന്നതാണ് സെൽഫ് എൻക്വയറി വരുമ്പോഴാണ് മനുഷ്യൻ മെച്യൂർ ആവാൻ തുടങ്ങുക എന്ന് പറയും. അപ്പോൾ എമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്താലും അവൻ ഉടനെ പൊട്ടിത്തെറിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തിരിച്ച് നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താലും നമുക്കൊരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാൻ പറ്റുക. ഇതാണ് ഇന്നർ വേൾഡിനെ അറിയുക എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരാൾ ഹേർട്ട് ചെയ്താൽ ഇവനൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ വഴിക്ക് ആരും ഇങ്ങോട്ട് വരില്ല. നമ്മൾ റിയാക്ട് ചെയ്യുന്നതല്ല വേണ്ടത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് പഠിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം, നോട്ട് റിയാക്ട്. നോക്കൂ, ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് വലിയ വേദനയായി മാറുന്നു എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു ചെറിയ വാക്ക് പോലും നമ്മെ മുഴുവൻ ദിവസവും ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? കാരണം ആ വാക്ക് ചെറുതായിരിക്കാം, പക്ഷെ അത് ടച്ച് ചെയ്ത ആ മുറിവുണ്ടല്ലോ, അത് പഴയതാണ്, നല്ല വേദനയാണ്. ഇപ്പോഴത്തെ സംഭവമല്ല, പലപ്പോഴും നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് അത് ഉണർത്തുന്ന പഴയ മെമ്മറി ആണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ ഒരു വേദന വരും. എങ്കിൽ അത് ഇപ്പോഴത്തെ ഇഗ്നോർ ആണോ, അല്ല ഉള്ളിൽ റിയാക്ഷൻസ് ആണോ, ഫിയർ ആണോ എന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്താൽ നിങ്ങൾ വലിയ ദേഷ്യം പ്രകടിപ്പിക്കും. എങ്കിൽ അത് ഇപ്പോഴത്തെ ക്രിട്ടിസൈസം അല്ല, നിങ്ങളുടെ ഉള്ളിലെ പഴയ ഞാൻ പോരാ, മതി, ഞാൻ എന്താ പറയുക, ഐ എം നോട്ട് പെർഫെക്റ്റ് എന്നുള്ള ആ ബിലീഫ്സ് ആണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇന്നു മുതൽ റിയാക്ഷൻ വന്നാൽ നിങ്ങൾ ചോദിക്കുക, ഇത് ഇപ്പോഴത്തെ വേദനയാണോ പഴയ വേദനയാണോ എന്ന് തീരുമാനിക്കുക. അപ്പം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ഹാർഷായി സംസാരിച്ചു, നിങ്ങൾ ഉടനെ ഹാർഷായി മറുപടി പറയുകയല്ല വേണ്ടത്. നിങ്ങൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ രാത്രി ചിന്തിച്ചു അത് പറയണ്ടായിരുന്നല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് റെസ്പോണ്ട് ചെയ്യണം എന്നത് റിയാക്ഷൻ ബേസ് അല്ല, റെസ്പോൺസ് ആണ്. ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തി, അയാളോട് റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം. ഈ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ജീവിതത്തിലെ പല പ്രോബ്ലംസ് കൊണ്ടല്ല ഉണ്ടാവുന്നത്, റിയാക്ഷൻ കൊണ്ടാണ് വലുതാകുന്നത്. റിലേഷൻഷിപ്പ് തകരുന്നത് ഇഷ്യൂ കൊണ്ടല്ല, ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ഇമോഷണൽ സ്റ്റൈല് കൊണ്ടാണ്. ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുന്നത് ചലഞ്ച് കൊണ്ടല്ല, ചലഞ്ച് വന്നപ്പോൾ എടുത്ത ഭയം കൊണ്ടുള്ള ഡിസിഷൻസ് ആണ്. ആരോഗ്യം ഡിസ്റ്റർബ് ആകുന്നത് സ്ട്രെസ് കൊണ്ടല്ല, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാത്ത ഇമോഷണൽ പാറ്റേൺസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇമോഷണൽ മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ പ്രാക്ടീസാണ്. ഒരു കോപം വന്നു, എനിക്കൊരു ഭയം വന്നു, എനിക്ക് വേദനയുണ്ട്, സോ വാട്ട്? അവിടെ അതിനെ കാണുക, നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്യുക, അതിലൂടെ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഞാൻ ഇത്രയും മാത്രമേ ഇന്നത്തെ സെഷനിൽ പറയുന്നുള്ളൂ. നോക്കൂ, ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. എല്ലാവരുടെയും നമ്മുടെ 5 പില്ലേഴ്സിനെ പറ്റി നമ്മളെപ്പോഴും സംസാരിക്കുന്നത്, വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് ജോയ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റലായ കാര്യം. ഈ 5 പില്ലേഴ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇമോഷണൽ മാസ്റ്ററി മസ്റ്റ്. മണിയുടെ ഡിസിഷൻ പലപ്പോഴും ലോജിക്ക് കൊണ്ടല്ല ഉണ്ടാവുന്നത്, അല്ലേ? ഇമോഷൻ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ലോജിക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്, ഇമോഷനിലാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പോകുമ്പോൾ, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോറ് കഴിക്കാൻ പോയാൽ നിങ്ങൾ ബിരിയാണി കഴിക്കേണ്ട ആവശ്യമുണ്ട്. ചോറ് കഴിച്ചാൽ നിങ്ങൾ വയറ് നിറയും, ബിരിയാണി കഴിച്ചാലും മതി, അല്ലേ? അവിടെ ബിരിയാണിയുടെ ഇമോഷൻസ് ആണ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്നത്, അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനത്തിൽ ലിസ്റ്റ് ആയിരിക്കും. തക്കാളി വേണം, ഉരുളക്കിഴങ്ങ് വേണം എന്നുള്ള ലിസ്റ്റുമായിട്ട് പോകും. അവിടെ എത്തി വരുമ്പോൾ 10-100 സാധനം വേറെ ഉണ്ടാവും. എന്തിനാ? ഓൺലി ഇമോഷണൽ ബൈ. ആ ഇമോഷണൽ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മാസ്റ്ററിങ് ആവണം. അപ്പോൾ ഭയമുള്ളവർ സാധ്യതകൾ അവോയ്ഡ് ചെയ്യാതെ, ഗ്രീഡുള്ളവർ റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ളവർ സ്വന്തം വാല്യൂ കുറച്ച് കാണിക്കാതെ, ഗിൽട്ടുള്ളവർ മണി റിസീവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ളതാണ് വെൽത്തിൽ. ഹെൽത്തോ, ബോഡിയൊക്കെ സ്ട്രെസ് കെമിക്കൽസ് തുടർച്ചയായി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതുള്ളവർക്ക്.
ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിയും, ഡൈജഷൻസ് എഫക്റ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റി കുറയും, എനർജി ലോ ഡൗൺ ആവും, അകത്തെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ശരീരത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ എത്ര ഫുഡ് കഴിച്ചാലും മൈൻഡ് എന്താ പറയുക, മൈൻഡ് വീണ്ടും വീണ്ടും സ്ട്രെസ്സിലേക്ക് ആണെങ്കിൽ ഹെൽത്ത് കംപ്ലീറ്റ് തകർന്നു പോകും. റിലേഷൻഷിപ്പിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല. എപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അടുത്തത് കരച്ചൽ, അല്ലെങ്കിൽ അടുത്ത് പൊട്ടിത്തെറിക്കൽ. കഴിഞ്ഞു. എന്ത് സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. എന്നിട്ട് പറയും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. പക്ഷെ കയ്യിൽ നിന്ന് പോയി സാധനം ഉണ്ടല്ലോ ഇവിടെ കുറേ ആൾക്കാർ. സ്നേഹം എന്ന് പറയുന്നത് ആങ്കർ കൺട്രോൾ ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹർട്ടായി കളയും, പൊട്ടിപ്പോവും. സ്നേഹം ഉണ്ടോന്നിട്ട് അതും കാര്യമില്ല. കെയർ ഉണ്ട്, ഈഗോ കൂടുതലാണ്, എന്ത് സംഭവിക്കും? തകർന്നു. അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഇല്ല. ഇവരെ നോക്കുവോ, ചങ്കയെ കരളെന്നുണ്ട് കൂടെ നടക്കുന്നുണ്ട്, ഒരു വിഷയം വന്നാൽ ഇവരെ നോക്കുമോ എന്നുള്ള ധൈര്യം നമുക്കില്ല, പോയി ഇവിടെ. അപ്പോൾ റിലേഷൻഷിപ്പ് സേവ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, ഇമോഷണൽ റെഗുലേഷൻ സ്കില്ല് തന്നെ പഠിക്കണം, അല്ലേ? സ്പിരിച്വാലിറ്റിയിൽ പിന്നെ അതിന് ടെമ്പിളിലൊക്കെ പോകും, സ്പിരിച്വാലിറ്റി അമ്പലത്തിലൊക്കെ പോകും, പ്രാർത്ഥനയൊക്കെ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പക്ഷേ അകത്തുള്ള ഇന്നർ അലൈൻമെന്റ് നടത്തൂല. അവിടെ എപ്പോഴും പരാതിയും പരിഭവവും കഷ്ടങ്ങളൊക്കെയാണ്. പ്രെയർ ചെയ്യുന്ന സമയത്തും അകത്ത് എന്താണ്? കുറച്ച് അസൂയ, കുറച്ച് ദേഷ്യം, കുറച്ച് രണ്ട് പൊട്ടിത്തെറിക്കൊക്കെ പറയുന്നത്. മക്കളെയൊക്കെ വഴക്ക് പറഞ്ഞ് രണ്ട് എന്തായാലും വിളക്കത്തിക്കാത്ത, എന്താ പ്രാർത്ഥിക്കാത്ത, വരും എല്ലാവരും പൊട്ടിത്തെറിച്ച് ഒച്ചപ്പാടും ബഹളാക്കി പോയിട്ട് അവിടെ പോയിരുന്നു രാമരാമ രാമ രാമ രാമ. നീ അടങ്ങിയിരിയടാ, പിന്നെയും രാമരാമ രാമൻ വന്നിരിയടാ. ഈ രാമരാമൻ്റെ അടുത്ത് പകുതും അല്ലേ, പകുതി ഇല്ല. നിസ്കരിക്കാൻ പോയിരിക്കുന്ന ആളെ കണ്ടു, നിസ്കാരത്തിനൊക്കെ ഇരുന്നു, എല്ലാം റെഡിയായി, ഇങ്ങോട്ട് തല ഇങ്ങോട്ട് തിരിച്ചപ്പോ അത് എടുത്തു വെച്ച മോനെ. പിന്നെയും അള്ളാഹുവിനെ അർപ്പിച്ചു. എന്ത് പ്രാർത്ഥന? സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല, അല്ലേ? സമാധാനം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി ഇതിലേക്കുള്ള വഴി മാത്രമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലൈഫും മാറാൻ തുടങ്ങും, അല്ലേ? അതാണ് സത്യമായ അവസ്ഥ. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററി നിങ്ങൾ സ്വായത്തമാക്കിയാൽ മറ്റുള്ളവർ മാറണമെന്ന നിങ്ങളുടെ ആവശ്യം തീരെ ഇല്ലാതെയാകും. ആദ്യം നമ്മൾ നമ്മുടെ റിയാക്ഷനെ റെസ്പോൺസ് ആക്കി മാറ്റാൻ തുടങ്ങും. ചെറിയ വാക്കുകൾ നമ്മൾക്കൊന്നും സംഭവിക്കില്ല. ഒരു ഡിലേ വന്നാൽ നമ്മൾ പാനിക്കാവില്ല. റിലേഷൻഷിപ്പ് പ്രോബ്ലം വന്നാൽ ഈഗല്ല, അവയർനെസ് കൊണ്ട് അവിടെ സംസാരിക്കാൻ തുടങ്ങും. ബിസിനസ് ചലഞ്ച് വന്നാൽ ഭയമില്ലാത്ത ഡിസിഷൻ എടുക്കാൻ തുടങ്ങും. സ്ട്രെസ് വന്നാൽ മുങ്ങിപ്പോകാതെ അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇമോഷണൽ മാസ്റ്ററി എന്നത് ഇമോഷൻ ഇല്ലാതാക്കലല്ല, ഇമോഷൻ്റെ അടിമയാവാതെ ഇമോഷൻ്റെ മാസ്റ്റർ ആവുക എന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ആരെങ്കിലും ഇമോഷന്റെ അടിമയായിട്ട് ആരും ഉണ്ടല്ലോ? ആരുമില്ല. എല്ലാവരും ഇമോഷണൽ മാസ്റ്റർ ആയില്ല. നിങ്ങൾ മാസ്റ്റർ ആവേണ്ടവരാണ്, ഇപ്പോൾ മാസ്റ്റർ അല്ല. അപ്പോൾ നിങ്ങൾ ഇമോഷണൽ മാസ്റ്റർ ക്ലാസ് ജോയിൻ ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. റെഡി ആണെങ്കിൽ എല്ലാവരും റെഡി ആയിക്കോ. ഇമോഷണൽ മാസ്റ്റർ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം റെഡി എന്ന് പറഞ്ഞേ നോക്കട്ടെ. എത്ര പേരുണ്ട് നോക്കട്ടെ? ഐ ആം റെഡി പറഞ്ഞേ. 1 2 3 ആരും പേര് നോക്കട്ടെ. ഇമോഷണൽ മാസ്റ്റർ പതുക്കെ സാവധാനത്തിൽ നമ്മൾ കുറേ സമയമെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. പ്രാക്ടീസാണ് മൊത്തം, ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. അപ്ലൈ ചെയ്തെടുക്കുക. ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിനെ അപ്പം എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അല്ലാതെ കുറേ തിയറി പഠിച്ചിട്ട് പോകുന്ന പരിപാടികളൊന്നും അല്ല. തിയറി പഠിച്ചുകൊണ്ട് കാര്യം, ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ തിയറി പഠിപ്പിക്കൽ നിർത്തി. പ്രാക്ടീസാണ് എല്ലാം. എവറി ഡേ പ്രാക്ടീസ് ആകുമ്പോൾ ഇങ്ങനെ കറങ്ങിയടിച്ച് വേണം. ഇവിടെ ഉണ്ടാവണം, എന്നാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ വേണം മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യാൻ. ടീച്ചർമാരും പ്രിൻസിപ്പളൊക്കെ ആയിട്ട് നിന്നിട്ട് എല്ലാവരും ഒരു ചൂരലൊക്കെ ഒടിച്ചിട്ട് എൻ്റെ പിള്ളേരോടൊക്കെ പറയണം, പ്രാക്ടീസ് ചെയ്യടേ എന്ന് പറയണം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ടാവണം, അപ്പോഴേ പറ്റുള്ളൂ വീട്ടിൽ. ഓക്കെ, അപ്പോൾ അത്ര കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? പോരല്ലോ. ബാക്കിയെല്ലാവരും ഇമോഷൻ സെറ്റാണല്ലേ? ബാക്കിയെല്ലാം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ശത്രുവാണോ മിത്രമാണോ? ഇമോഷൻസ് ആർ യുവർ ഇമോഷൻസിനെ നമുക്ക് മിത്രമാക്കി കൂട്ടാം, ശത്രുവല്ല, മിത്രമാക്കി മാറ്റാം. ഇമോഷൻസ് വരട്ടെ, സന്തോഷം വരണം, സങ്കടം വരണം, ദുഃഖം വരണം, ദേഷ്യം വരണം, പക്ഷെ ഇതൊക്കെ വേണം. ഇപ്പോഴേ നമ്മളായി ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പ്രസീത നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും.
ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാനൊരു ടെസ്റ്റിങ് തരാം. ആൾക്കാർ എത്ര കണ്ട് ഇമ്പ്രൂവ് ആയി അവരവരെ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ, എനിക്കറിയില്ല എന്നതിനെ ബ്രേക്ക് ചെയ്തിട്ട് എനിക്കിത് അറിയുമെന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഇത് തരാം ഞാൻ. നമ്മൾ ഇപ്രാവശ്യം ലാൻഡിങ് പേജ്, ഇമോഷണൽ മാസ്റ്ററിയുടെ ലാൻഡിങ് പേജ് നിങ്ങൾക്ക് തരാം. അത് വെച്ചിട്ട് നിങ്ങൾ എത്ര പേര് ജോയിൻ ചെയ്യുമെന്ന് നോക്കുക. അതിൽ വായിച്ചു നോക്കുക. എന്തിനാണെന്നറിയോ? നിങ്ങൾ എല്ലാം ഇതുവരെ ചെയ്തെന്താണ്? വാട്സപ്പിലേക്ക് പൈസ അയക്കുക, വാട്സപ്പ് ഇതാക്കുക. നമ്മൾ അടുത്ത ലെവലിനെ പറ്റി ആലോചിക്കാം. നമ്മളിപ്പം മുമ്പിലോട്ട് പോകണ്ടേ? നമ്മൾ വെബ്സൈറ്റ് വെച്ചിട്ടുണ്ട്, emotional.dineshbongar.com. ഇത് എടുത്തു നോക്കുക. ഞാൻ അതിൽ എഴുതി വെച്ചത് എഴുതുക, വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ തന്നെ ഞാൻ കോഴ്സ് 2 ഇമോഷണൽ മാസ്റ്ററുടെ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. വേണ്ടവരാണ് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് നോക്കി വെക്കുക, നിർബന്ധനെ വിളിച്ച് പറയുക, വേണ്ടവർ നോക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴുള്ള സ്ട്രെസ് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോന്നും ഇങ്ങനെ ലെവൽ മുമ്പിലോട്ട് കൊണ്ടുവരണം. ഓരോ തലത്തിൽ നിങ്ങളെ ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ടെക്നോളജിക്കലായിട്ടും മറ്റു കാര്യങ്ങളെല്ലാത്തിലും എല്ലാ തരത്തിലും നിങ്ങളെ ഞാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആർക്കും പറ്റാത്തതില്ല. അപ്പം അതിനുവേണ്ടി ശ്രമിച്ചു നോക്കുക. ഇതൊരു ടെസ്റ്റിംഗ് ആവട്ടെ. തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. ദാറ്റ്സ് ഓൾ നൗ. താങ്ക് യു വെരി മച്ച്.